മോളെ, ഒരു പ്രത്യേക ചുറ്റുപാടിൽ ഞാനൊരു വിവാഹം കഴിക്കേണ്ടതായി വന്നു. അമ്മയില്ലാതിരുന്ന നിനക്ക് ഒരു ചെറിയമ്മയെ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോ ലക്ഷപ്രഭുവാണ്. ശോഭ വീട്ടിൽ കാലെടുത്ത് വെച്ചതോടെയാണ് നമുക്ക് ഈ ഭാഗ്യം വന്നത്. ലക്ഷ്മി, എന്തോ ഈ ഫ്ലാസ്ക് കഴുകിക്കൊണ്ടോ, സാറിന് ചായ കൊണ്ട് വെക്കണം. വരൂ ഗീതേ, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങളാണോ എന്റെ അച്ഛൻ വിവാഹം കഴിച്ച സ്ത്രീ? അതെ, നിന്റെ ചെറിയമ്മ. എന്റെ പ്രായമുള്ള നിങ്ങൾ എന്റെ ചെറിയമ്മയോ? പ്രായമല്ല കുഞ്ഞെ, മനസ്സാണ് ഒരു അമ്മയ്ക്ക് വേണ്ടത്. പണത്തിനു വേണ്ടിയുള്ള ഒരു സ്നേഹവും ബന്ധവും. ലക്ഷ്മി, ഇതാ ഗീതക്കുഞ്ഞിന്റെ ബാഗ് വാങ്ങി മോളിൽ കൊണ്ടുപോകൂ. ഗീതേ, നിനക്ക് അവിടെയാണ് റൂം. വാ മോളെ. നീ വരാൻ താമസിച്ചപ്പോ ഞാൻ വിചാരിച്ചു എഴുത്ത് കിട്ടിക്കാണുകയില്ലെന്ന്. എഴുത്ത് കിട്ടി, നടന്ന വിശേഷം അറിഞ്ഞു, വളരെ സന്തോഷം. പക്ഷേ അച്ഛൻ ഇങ്ങനൊരു പ്രവൃത്തി പിന്നെ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്ന മോളെ വിളിച്ചു നിർത്തിയാണോ വിശേഷങ്ങൾ ചോദിക്കുന്നത്? ഗീതേ, പോയി കുളിക്കേ. ഇന്ന് ഈ നാടകത്തൊക്കെ മതി. കോളേജിൽ പോയി ഗീതയ്ക്ക് ആപ്ലിക്കേഷൻ ഫോം വാങ്ങണ്ടേ? ശരി. ആ പിന്നെ പോരുന്ന വഴിക്ക് ഗീതയ്ക്ക് 5-6 നല്ല ഡ്രസ് കൂടി വാങ്ങിച്ചോണ്ട് വരണം. ശരി. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് ഈ ഫാഷൻ ഡ്രസ് ഒന്നും വാങ്ങിക്കാൻ അറിഞ്ഞൂടാ. കൊള്ളാം, നല്ല അഭിനയം. വിശ്വാമിത്രനല്ല, ആരായിരുന്നാലും മയങ്ങിപ്പോകും. ഇതേ, നീ എന്തോ മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നല്ലോ. എന്നാ തുറന്നു പറയാം. എന്നോട് പോലും പറയാതെ ഇത്ര രഹസ്യമായി അച്ഛൻ വിവാഹം നടത്തിയത് എന്തിനാ? അങ്ങനെ നടത്താനൊരു സന്ദർഭമുണ്ടായി. ഗീതേ, ഞാനാണ് ഇതിന് ഉത്തരവാദി. ഇത്ര നല്ലൊരു ചെറുപ്പക്കാരി പെണ്ണ് വയസ്സായ ഒരാളെ വിവാഹം കഴിക്കുന്നത് എന്തിനാണെച്ചാ? അത് പണത്തിന് വേണ്ടി മാത്രം. ഇതെല്ലാം ശോഭയുടെ സ്വത്താണ്. എന്തിനാ കള്ളം പറയുന്നത്? ഞാൻ ഈ സ്വത്തിൽ പങ്കു ചോദിക്കാൻ വരുന്നില്ല. മോളെ, ഞാൻ പറയുന്നത് സത്യമാണ്, വിശ്വസിക്കുക. അമ്മയുടെ സ്വത്താണെന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? സത്യം പറയാൻ നിങ്ങൾക്കുള്ള ധൈര്യം അച്ഛനെയും കുറച്ച് പഠിപ്പിച്ചാൽ കൊള്ളാം. ആ പിന്നെ ആദ്യത്തെ ഭാര്യ ഓടിപ്പോയെന്ന് ഒരു ചീത്തപ്പേരുണ്ട്. രണ്ടാമത്തെ ഭാര്യയും ഓടിപ്പോകാതെ സൂക്ഷിച്ചാൽ നല്ലത്. സാരമില്ല, എന്നെ മനസ്സിലാക്കി വരുമ്പോൾ എല്ലാം മാറിക്കൊള്ളും.
ഈ പാട്ട് ശോഭയ്ക്ക് ഓർമ്മയുണ്ടോ? അത് പോട്ടെ, എന്നെങ്കിലും ഓർമ്മയുണ്ടോ? എന്താ മിണ്ടാത്തത്? ഞാൻ തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചോ? ഇല്ല. പിന്നെ എന്തിനീ പ്രവൃത്തി ചെയ്തു? എന്തിനു വഞ്ചന കാണിച്ചു? ഇപ്പോൾ എനിക്കതിന് മറുപടിയില്ല. തെറ്റ് ചെയ്തവർക്ക് മറുപടി എങ്ങനെ കാണും? തെറ്റോ ശരിയൊന്ന് കാലം തെളിയിക്കും. ഇപ്പോൾ തന്നെ നീ തെളിയിച്ചു കഴിഞ്ഞു. പണത്തിനു വേണ്ടി നമ്മുടെ സ്നേഹം എത്ര നിസ്സാരമായി നീ വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഇല്ല. പിന്നെ എന്തിനു വിവാഹം കഴിച്ചു? ഈ ബംഗ്ലാവിന് വേണ്ടി, ഈ ആഡംബരത്തിന് വേണ്ടി, നിന്റെ ഈ സുഖത്തിന് വേണ്ടി അല്ലേ? പറയൂ ശോഭേ, പറയൂ, എന്തിന്? ശോഭേ, നിന്റെ മുഖമൊന്ന് വാടിയാൽ, ഈ കണ്ണൊന്ന് നിറഞ്ഞാൽ എന്റെ മനസ്സ് താങ്ങുമായിരുന്നു ശോഭേ. ഒന്ന് ഓർമ്മിച്ചു നോക്കൂ. ഇതാണ് എന്റെ ഭർത്താവ്. നിന്റെ മുഖമൊന്ന് വാടിയാൽ, ഈ കണ്ണൊന്ന് നിറഞ്ഞാൽ എന്റെ മനസ്സ് താങ്ങുമായിരുന്നു ശോഭ. ഒന്ന് ഓർമ്മിച്ചു നോക്കൂ.